ഭാഷകളുണ്ട്. ബിഹാരി, മുസ്ലിംസ്. അതെ ഗൈസ്, ഇന്നാണ് ആ സുദിനം, അർച്ചൻ്റെ എൻഗേജ്മെന്റ്. അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടാവും ഇവൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇടുന്നു. അതെ, എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഉള്ളു കേട്ടോ. പിന്നെ നമ്മുടെ അർച്ചനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ പൂവാണ് കേട്ടോ. ഞാൻ പൂവിനെ കുറിച്ച് കൂടുതൽ പറയാം. നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ പൂവ് ഉണ്ടെങ്കിലും തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത പോലെ ഉണ്ട്. അങ്ങനെ നമ്മുടെ അർച്ചനന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പൊ എന്തായാലും സുന്ദരിയായിട്ടുണ്ട്. ഇതാണ് ഈ ആഷ് ബ്രൈഡ്. ആരെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അതെ, അവില, അതാണ് സ്പെഷ്യൽ. ചിക്കൻ. അതെ, പക്ഷെ ഇവിടെ ലൈറ്റ് ഇല്ല. അവിടെ ലൈറ്റ്. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. അങ്ങനെ നമ്മൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫോട്ടോ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. പുറത്താണ് ഫോട്ടോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് പാറു. അയ്യോ, പാറുവിന്റെ ഡ്രസ്സ് അത്ര ശരിയല്ല. ഹായ് പറ. ഇത് മണവാട്ടിയാണ്. ആ, ഇത് മണവാട്ടിയാണ്. പാറു മണവാട്ടി. അപ്പത്തേനും നമ്മുടെ വിഷ്ണുപ്രിയ എത്തിയിട്ടുണ്ട്. ഞാൻ അവളോട് പറഞ്ഞായിരുന്നു നീ നേരത്തെ വരണം, പെട്ടെന്ന് തന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നീ എന്താ എത്ര നേരം ഡിലേ ആയി എന്നാണ് ഞാനിപ്പോൾ അവളോട് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളവിടെ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെക്കിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് അവിടെ സംസാരിക്കുന്നത് കട്ട് ചെയ്ത് എന്താന്ന് വെച്ച് മ്യൂസിക്കുകൾ കൊണ്ട് കോപ്പറേറ്റിംഗ് വരുമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ രണ്ടെന്ന് പറഞ്ഞ് കാണിച്ച് 12 മണി ആവാറായി എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് അത്യാവശ്യം ഓരോരുത്തരൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടുത്തെ ചടങ്ങും ഇവിടുത്തെ ചടങ്ങും എന്താണ് എൻ്റർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാരണം സത്യം പറഞ്ഞാൽ പാലക്കാടൊക്കെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ചെക്കൻ വന്ന് അവർ ഫുഡ് കഴിച്ച് പോകാനുള്ള സമയമുണ്ട്. അത്യാവശ്യം ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ പോകാനുള്ള സമയം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ കേട്ടോ, ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാൻ എന്താ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് തലവേദനയും കൂടെ വരാറായി. അപ്പോൾ കാരണം ഞാൻ നൈറ്റ് നേരം ഉറങ്ങിയിട്ടില്ല, ട്രാവൽ ചെയ്ത്. അതാണ് ഞാൻ ഇപ്പം ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് കേട്ടോ. എന്തൊക്കെയോ അവിടെ കിടന്ന് പറയുന്നുണ്ട് ഞാൻ. പിന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് ചെക്കൻ എത്തിയിട്ടുണ്ട് കേട്ടോ. സുന്ദരനും സുഗമനുമായ നമ്മുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അർച്ചന ഒട്ടും ബാക്കിലല്ല കേട്ടോ. സുന്ദരിയും സുഗമയും തന്നെയാണ് അവളും. പിന്നെ രണ്ടുപേരും കൂടെ വന്ന് ബൊക്കെയൊക്കെ കൈമാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചടങ്ങുകൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. എന്നാണ് ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുത്ത് എന്നിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ മുന്നുള്ള ദിവസം തന്നെ അത് കൊടുത്തിട്ട് ചെക്കൻ വരുമ്പോൾ ആ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിടണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അങ്ങനെയാണ് ഇവരവിടെ ഇപ്പം നടക്കുന്നത്. പിന്നെ ഈ ടേബിളിൽ അപ്പുറത്തും ഇപ്പുറത്തും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാർ ഇരുന്നിട്ട് മോതിരവും ഇങ്ങനെ എല്ലാം കൈമാറും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അതിങ്ങനെ ചെയറിലൊക്കെ ഞാൻ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ കാണാണ്. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ അർച്ചന വീണ്ടും സുന്ദരമായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നെ ഈ ഡ്രസ്സിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഇത് ഓക്കെ അല്ലേ സൂര്യ, ഇത് ഓക്കെ ആവില്ലേ സൂര്യ, അവളെല്ലാത്തിനും എൻ്റെ സജഷൻ ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ടായിരുന്നു എല്ലാം പോയിട്ട് ചെയ്തത്. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. അവൾക്ക് നന്നായി ചേരുന്നതും ഉണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അർച്ചൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇതെനിക്ക് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ല സൂര്യ ആരുമില്ല അങ്ങനെ എന്തൊക്കെയൊക്കെയോ അവൾ എന്നോട് പറഞ്ഞായിരുന്നു ഇല്ല എന്നൊക്കെ. പിന്നെ ഞാൻ എന്തൊരു സൗണ്ട് അവിടെ കേൾക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ അർച്ചൻ്റെ ഡാൻസ്. വരുന്നേ ഉള്ളൂ. വിഷമിരിക്കുന്ന സമയത്ത് ഒരു അനുസരണ ഇല്ലാത്ത ഇലയാണ് കഴിച്ചത്. പിന്നെ നമുക്ക് സദ്യ ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോർമലി നമ്മൾ ബിരിയാണിയിലേക്കാണല്ലോ ചാടുക. അപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ട്, അച്ചാറ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ രാവിലത്തെ അത് കണ്ടില്ലേ, ഉപ്മാവും അവിലും കൂടിയിട്ടാണ് കേട്ടോ. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് രണ്ടും വെവ്വേറെ ഡിഷാണെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത് ഒന്നിച്ചിട്ട് കഴിക്കേണ്ട സാധനമാണെന്ന് പിന്നീടാണ് എനിക്കറിഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോകാനുള്ള സമയം നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ബായ് പറയാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അവൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ബായൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ ഞങ്ങൾ പഴയ വേഷത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വഴിയൊന്നും അറിയില്ല ഗൈസ്. നേരം ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അടൂര് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത് കേട്ടോ.
നടക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പത്തേനും തന്നെ ഒരു ഓട്ടോ വന്നത്, നമ്മൾ ഓട്ടോയിൽ കയറി. പിന്നെ നമ്മളത് ഒരു സ്ഥലത്തെത്തിയതിന് പേരൊന്നും എനിക്ക് അറിയുന്നില്ല. പിന്നെ ഒരു കർണാടക ബസ്സായി. അങ്ങനെ ഞാനും അങ്ങനെ പ്രിയദർശിനിയിൽ കയറിയിട്ടാണ്. ഫ്രീ ആണ്. നമ്മൾ കാസർഗോഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇവിടെയാണെങ്കിൽ ഫുള്ള് കന്നഡ വണ്ടിയൊക്കെ ആയിരുന്നിട്ടാണ് ഈ ഒരു മലയാള വണ്ടി കണ്ടത്. എന്തായാലും ഞാൻ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞ പോലെ കണ്ട പ്രിയദർശിനി അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫ്രണ്ട് വന്നായിരുന്നു. ടിക്കറ്റ് കാണിച്ചു തരാം. 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആ യാത്ര. ഇവിടെയൊക്കെ ഫുള്ള് വളഞ്ഞ വഴികളാണ്. ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് ഫാമിലി പോക്കറ്റിൽ വെച്ചാണ് ഫോൺ എടുക്കുന്നത്. ഞാനൊന്നും എനിക്കറിയില്ല. ഞാൻ പൈസ നോക്കുമ്പോൾ കാണുന്നില്ല. കാര്യമില്ല. നഷ്ടപ്പെട്ടതായി എന്തെല്ലാം ഇരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ട്, എന്നാലും 100 രൂപ പോയി സങ്കടം ഉണ്ട്. ട്രെയിന് വരുന്നുണ്ട്. ട്രെയിനിലാണ് നമ്മൾ കയറുന്നത്. കാസർഗോഡ്. അപ്പം നമ്മൾ കേരളത്തിൽ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നും ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് സീറ്റ് പിടിക്കുന്ന എനിക്കിന്ന് സീറ്റ് കിട്ടിയില്ല കേട്ടോ. കിട്ടാതെയല്ല, സീറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് കയറാൻ കിട്ടുന്നില്ല. അത് വലിയ തലവേദന, നല്ല തലവേദന ഉണ്ട്. കണ്ണൊക്കെ കണ്ട ഒരുമാതിരി ചെറുതായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അർച്ചനൻ്റെ എൻഗേജ്മെൻറ്റ് പോയിട്ട് വന്ന വിശേഷങ്ങളുള്ളത്. ഭയങ്കര റീച്ചായിരിക്കുകയാണ്. കുറ്റിപ്പുറത്ത് റീച്ചായിരിക്കുകയാണ്. സമയം 11 മണി.